ഹലോ, വെൽക്കം ബാക്ക് ടു ponnus easy cooking. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടീ ടൈം സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു കേക്കാണ്, കുഞ്ഞു കേക്കുകളാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കുഞ്ഞു കേക്ക് നല്ല സോഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി കേക്കാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചോക്ലേറ്റ് പീസസുകൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മുറിച്ച് കുട്ടികൾ കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. വെരി സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്. നമുക്ക് വെറും 4-5 മിനിറ്റ് മാത്രം മതി നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കുവാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാർ ഒട്ടും നനവ് പാടില്ല, ഒട്ടും ജലാംശം ഇല്ലാതെ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക. അതിലേക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലാണ് മുട്ടയെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അടുത്തതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്ത് 1 ടീസ്പൂണോളം അളവ് വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരിക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ട് വന്ന ആ മുട്ടയും പഞ്ചസാരയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അരിപ്പയിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ്, കറക്റ്റ് മെഷർമെൻറ്റ് 1 കപ്പ്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും സാധാരണ ഗ്ലാസ് എന്തെങ്കിലും എടുത്താൽ മതി. കറക്റ്റ് ആ മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യുക. പഞ്ചസാര എടുക്കുന്ന ഗ്ലാസിൻ്റെ 1/4 കപ്പ് എടുക്കുക, ആ ഫുൾ ഗ്ലാസ് മാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം അളവ് ഞാനിവിടെ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, പാൽപ്പൊടി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് അരിച്ചിടുക കേട്ടോ. ആ മുട്ടയുടെ ആ മിക്സിലേക്ക് നമ്മളിതെല്ലാം ഒന്ന് അരിച്ചിടുന്നുണ്ട്. ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് അരിച്ചെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടീസ്പൂണോ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ഞാൻ കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ച് നമ്മൾ ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇതെല്ലാം ജസ്റ്റ് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി വെറും ഓപ്ഷണലാണ്, അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കുറച്ച് ഞാൻ മിൽക്കി ടേസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുത്തതാണ്. അടുത്ത് ഈ കൺസിസ്റ്റൻസി വന്നിട്ട് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം അളവാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽ ഈ സമയം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ബാറ്റർ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്ന പാത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഉണ്ണിയപ്പ ചട്ടിയാണ്. ആ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന്, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സാധാരണ കുഞ്ഞ് സ്പൂണാണ് എടുത്തിട്ടുള്ളത്, ടേബിൾ സ്പൂണ്. അത് വെച്ചിട്ട് നമ്മളൊരു പകുതി ഭാഗത്തോളം ആദ്യം ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പകുതി ഫില്ല് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ചോക്ലേറ്റ് പീസസുകൾ വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പകുതി ഒന്ന് ആദ്യം ഫില്ല് ചെയ്തോട്ടെ. അപ്പോൾ എല്ലായിടത്തും പകുതി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് വയ്ക്കുമ്പോഴേക്കും സാധാരണ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാത്ത ചോക്ലേറ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല സിൽക്കി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അതിൻ്റെ പുറത്തേക്ക് ആ ചോക്ലേറ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് കുറച്ച് മാവ് നമ്മൾ ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളം അളവ് ഒന്ന് ജസ്റ്റ് പുറത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട്.
എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തീരെ ലോയിലിട്ടിട്ട് നമ്മളിതൊരു 4 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്താൽ മതി. അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്കുകൾ നമുക്ക് തയ്യാറായിട്ടുണ്ടാവും. കണ്ട പുറമൊക്കെ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് 4 മിനിറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് എടുത്താൽ മതിയാവും. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ആ പാനിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് കേക്ക് നമുക്ക് അടിവശമൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കേക്ക് ഇരിപ്പുണ്ട്. ഇപ്പം അത്യാവശ്യം ചൂടുണ്ട്. ഞാൻ ആദ്യം എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മാറ്റട്ടെ. നല്ല സോഫ്റ്റാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.